അരുൺ, തീർച്ചയായും അത്യാവശ്യം നല്ല വേഗത്തിൽ യാത്ര ചെയ്യാൻ കഴിയുക എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമാണല്ലോ. ഒരുപക്ഷെ അത്തരം സാധ്യത കൂടി വന്നപ്പോൾ സ്വാഭാവികമായും യാത്രികർക്ക് അത് നന്നായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുമ്പോൾ. നമ്മൾ റോഡിനോട് വളരെയേറെ ചേർന്ന് നിൽക്കുന്നത്. ഒരുപക്ഷെ വലിയ തോതിലുള്ള വാഹനത്തിൻ്റെ തിരക്കൊന്നും ഈ ഘട്ടത്തിലില്ല. കാരണം വിശാലമായ റോഡാണ്, അതിവേഗത്തിൽ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നു. അതുകൊണ്ട് അത്തരത്തിലൊരു ഗതാഗത സ്തംഭനമില്ലാതെ തിരക്കില്ലാതെ തന്നെ കടന്നു പോകാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വലിയൊരു വാഹനത്തിന് തിരക്ക് നമുക്ക് ഈ റോഡിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല. പിന്നെ ചില ഭാഗങ്ങളിൽ സർവീസ് റോഡുകൾ കൂടി വർക്കുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ പക്ഷേ മലപ്പുറം ജില്ലയിൽ ഈ റീച്ചായിരിക്കും. പക്ഷേ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ള ഈ റീച്ചായിരിക്കും ഇപ്പോൾ മന്ത്രി പറഞ്ഞതുപോലെ ആദ്യം തുറന്നു കൊടുക്കുക. കാരണം അന്തിമഘട്ടത്തിലാണ് ഇവിടെയുള്ളത്. ഏകദേശം 90% പ്രവൃത്തികളും ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ്. സർവീസ് റോഡുകളുടെയും ചില പ്രവൃത്തികൾ മാത്രമാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്നത് പോലെ നമ്മൾ നിൽക്കുന്ന ഈ പാണമ്പ്ര ഉൾപ്പെടെയുള്ള മേഖലകളാണ്. അല്ലെങ്കിൽ കാക്കഞ്ചേരി യൂണിവേഴ്സിറ്റി പാണമ്പ്ര ഉൾപ്പെടെയുള്ള മേഖലകൾ വലിയ തോതിൽ കയറ്റിറക്കങ്ങളും വലിയ വളവുകളും ഉണ്ടായിരുന്ന റോഡായിരുന്നു. സ്ഥിരമായ